ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇന്ത്യൻ GTA അഥവാ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. അപ്പോൾ നമ്മളിന്ന് സ്പോണായതും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലുള്ള പോലത്തെ ഒരു ലൊക്കട ബനീനൊന്നും അല്ല. അവർ നമുക്കെന്തോ ജാക്കറ്റൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സത്യം പറയല്ലോ, വലിയ മെച്ചമൊന്നുമില്ല. അത് കാരണം വേറെ എന്തൊക്കെയുണ്ട് നോക്കട്ടെ. വെള്ളം കുഴപ്പമില്ല അല്ലേ ആക്ച്വലി. പിന്നെ എന്തൊക്കെയുണ്ട്? ഇതെന്താ ആകെ രണ്ടെണ്ണേ ഉള്ളൂ. ഇതെന്താ കറുപ്പും കുഴപ്പമില്ല അല്ലേ? കറുപ്പും കുഴപ്പമില്ല. ശരി ഗൈസ്, കറുപ്പെങ്കിൽ കറുപ്പ്, പിന്നെ ഇത് മതി. അപ്പോൾ ഈ ജാക്കറ്റ് ഇട്ടിട്ട് നമ്മളൊന്ന് മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എയർപോർട്ട് കണ്ടല്ലോ, ആ എപ്പിസോഡിൽ ഒന്ന് സിറ്റി കാണിക്കാനായിരുന്നു നമ്മുടെ എയിം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആ എയർപോർട്ടിൽ പോവുകയാണ്. ഓക്കെ, എയർപോർട്ടിലേക്ക് പോകാം. ഓക്കെ ബൈ. നമ്മളിനി എയർപോർട്ടിൽ വെച്ചിട്ടേ കാണുള്ളൂ. ഡ്രിഫ്റ്റ് സത്യം പറയല്ലോ, ഇതിത്തെ ഈ കാർ ഓട്ടിക്കുന്നൊന്നും വലിയ മെച്ചൂല. ഞാൻ വിചാരിച്ചത്ര ഒരു ഇതൊന്നും ഇല്ല കേസ് ഇതിൽ. ഇനിയിപ്പോൾ ഈ എയർപോർട്ട് എവിടെയാണെന്ന് എങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നത് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഈ മാപ്പും എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത കാരണം എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളും പിന്നെ വലിയ ഓർമ്മയൊന്നും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഓട്ടിക്കുക, എന്നിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് എയർപോർട്ട് കാണുമ്പോൾ അവിടെ നിർത്തുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഹലോ ഗൈസ്, അത് എന്താ വെച്ചാൽ നമ്മളിതാ ഒരു പുതിയ വണ്ടീനെ തടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഡ്രൈവറിനെ വെളിയിൽ കിട്ടിട്ട് നമ്മളിപ്പോൾ ഈ വണ്ടി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്ര നേരം ഓടിച്ച വണ്ടീൻ്റെ അവസ്ഥ എന്തായി ചോദിച്ചാൽ ഒന്നും ആയില്ല. അതിന് ഞാൻ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് എയർപോർട്ടിലെത്തി. എയർപോർട്ട് നാഗ്പൂർ എയർപോർട്ടാണിത്, നാഗ്പൂർ എയർപോർട്ട്. അപ്പോൾ എൻ്റെ നിഗമനത്തിൽ ഇവിടെ ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാവും നമുക്ക് പറപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ അതെടുത്തിട്ടൊന്ന് പറപ്പിച്ച് നോക്കാം. ഇവിടെ എന്താ ഫുള്ള് വലിയ പ്ലെയിനേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിക്കുന്ന സമയത്ത്, അതായത് നേരത്തെ കളിക്കുന്ന സമയത്ത് ഒരു ചെറിയ മഞ്ഞ കളർ പ്ലെയിൻ ആയിരിക്കും. അത് ഓട്ടിക്കാൻ നല്ല രസമാണ്. ഏകദേശം ഒരു വലിയ സൈസൊന്നുമില്ല. എയ്റോപ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കാറിനെയും കാട്ടി കുറച്ചും കൂടി വലിയൊരു എയർപ്ലെയിൻ ആയിരുന്നു, മഞ്ഞ കളർ, ചെറുത്, നല്ല സുഖമായിരുന്നു ഓട്ടിക്കാൻ. ഓക്കെ, ഇപ്പോൾ ആ എയ്റോപ്ലെയിൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, പിന്നാലെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഇതൊരു വലിയ സാധനം. ഇത് അനക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് കഴിച്ച്, ഇത് അനക്കാൻ പറ്റുന്നു നമുക്ക്. എൻ്റെ മോനെ, എന്താ പവർ! ഞാൻ തല വെച്ചിട്ട് ആ എയ്റോപ്ലെയിന് പൊക്കി. ചില സമയത്ത് ഈ ഗെയിമിൽ ചിലതൊന്നും മേക്ക് സെൻസ് ചെയ്യില്ല. ഞാൻ ഉദ്ദേശിച്ച മഞ്ഞ കളർ പ്ലെയിന് കാണാനില്ല ഗൈസ്. അത് ഇവിടെ എവിടെയെങ്കിലും ആണ് എപ്പോഴും വെച്ചിട്ടുണ്ടാവുക. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. അയ്യോ, ഇവര് അപ്ഡേറ്റ് വന്നപ്പോൾ ആ സാധനം എടുത്ത് കളഞ്ഞു തോന്നുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷം ആ എയർപ്ലെയിൻ എടുക്കാൻ കൊണ്ട് വന്നതാണ്. അപ്പോൾ മറ്റേ ഈ മഞ്ഞ കളർ എയർപ്ലെയിനിന് പകരമായിരിക്കും ഇവർ ഈ പുതിയ വലിയ എയർപ്ലെയിൻ വെച്ചിട്ടുണ്ടാവുക. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതിൽ കയറാം. വലിയ കുഴപ്പമില്ല, ഇതൊരു ഭയങ്കര വലിയൊരു എയർപ്ലെയിൻ. ആ ചെറിയ എയർപ്ലെയിൻ ഓട്ടുന്നത്ര രസം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് നോക്കിയാളെ. ഇതിലിപ്പോൾ അങ്ങനെ കയറുക. വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് എയർപ്ലെയിനിൽ കയറുകയാണ്. ഇത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഗൈസ്, പക്ഷെ പിന്നെ നോക്കുമ്പോൾ വലിയ മെച്ചമില്ല. എന്താ വല്ല ദോശ മറിച്ചിട്ട പോലെയുണ്ട് സാധനം. കാരണം ഒരു മെച്ചവുമില്ല, ഒരു കളർഫുള്ളായിട്ടില്ല, ഒരു ഫുൾ വെള്ളയായിട്ടേ. നമുക്ക് ഈ ബാക്കിൽ നോക്കുന്ന സമയത്ത് വലിയ രസമൊന്നുമില്ല. ഇതൊരുമാതിരി ഒരു പക്ക ഒരു എന്തോ പോലെയുണ്ട്.
ഓക്കെ, നമുക്ക് അതൊന്നും വലിയ കാര്യമില്ല. നമുക്ക് എയർപ്ലെയിൻ ഓട്ടിക്കാം. ഓക്കെ, എൻ്റെ നിഗമനത്തിൽ മോളിക്കാക്കിയ താഴെ പോവും, താഴേക്കാക്കിയ മോളി പോവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ നമ്മളിതാ ഇങ്ങനെ ആക്കിയിട്ട് എയറോപ്ലെയിൻ പറപ്പിക്കണം. ഏയ് മകനെ, എയറോപ്ലെയിൻ പറന്നു. അയ്യേ, സത്യം പറയില്ല ഗൈസ്, ഈ എയറോപ്ലെയിൻ പറക്കണ വലിയ രസമേ ഇല്ല, ഒരു സുഖമില്ല. ഓക്കെ, അതൊന്നും വലിയ കാര്യമില്ല, നമുക്ക് അയ്യേ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇതൊരു ഒരു മണ്ണ് സാധനം. ഞാൻ പറഞ്ഞില്ല, ഇത് കാണുമ്പോഴേ ഒരുമാതിരി എന്തോ ആപ്പച്ചട്ടിയിൽ ഡിഫക്റ്റ് വന്ന പോലത്തെ ആപ്പച്ചട്ടിയിലല്ല, ഒരുമാതിരി എന്തിലൊക്കെ ഒരുമാതിരി ഉണ്ട്, ഒരു സുഖമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പക്ഷേ വേറെ ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാണ്ടിരിക്കും. ഞാൻ ഇതിനെ അങ്ങനെ കുറ്റം പറയാമെന്ന് വിചാരിക്കേണ്ടത്. പക്ഷേ ഞാൻ പണ്ട് ഈ ഒരു മഞ്ഞക്കുള്ള ചെറിയൊരു എയർപ്ലെയിൻ ഉണ്ട് പറഞ്ഞില്ലേ, അത് ഓട്ടിക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അത് ഓട്ടിച്ചിട്ട് ഇത് ഓട്ടിക്കുമ്പോൾ സത്യം പറഞ്ഞൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീലിംഗ് ആണ്. അയ്യോ, എനിക്കൊന്നും തിരിക്കാൻ കൂടി കിട്ടണില്ല ഗൈസ്. അയ്യോ, ഇപ്പോൾ ക്രാഷ് ആവില്ല. ഞാൻ പിന്നെ പൈലറ്റിംഗ് ഒക്കെ നിർത്തി പഠിച്ചിട്ടുള്ള കാരണം വലിയ കുഴപ്പമില്ല. ഇത് ഈ എയർപ്ലെയിൻ എടുത്തിട്ട് സിറ്റിന് മുകളിൽ കൂടി പോയാൽ നല്ല രസം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഈ എയർപ്ലെയിൻ എടുത്തിട്ട് സിറ്റീൻ്റെ ഡയറക്ഷനിൽ പോവുക. സിറ്റി അവിടെ എന്തോ അല്ലേ, പിന്നെ നമുക്ക് ഇങ്ങനെ ചരിക്കുക, എന്നിട്ട് അങ്ങനെ ടേൺ ചെയ്തിട്ട് നേരെ സിറ്റിൻ്റെ അവിടേക്ക് പോവുക. പക്ഷേ ഈ സത്യം പറയും, എയർപ്ലെയിൻ ഓട്ടിക്കാൻ നല്ല കഷ്ടമുണ്ട്. ഇത് എങ്ങനെയാണ് ഓട്ടിക്കാന്നൊന്നും വലിയ പിടിയില്ലാത്ത കാരണേ, ഇത് എങ്ങനെയാണ് ഓട്ടുക, ഇങ്ങനെ തിരിക്കുക എന്നൊന്നും വലിയ അറിയില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയാണ് തിരിക്കണത്. ഈ മാപ്പിൻ്റെ മുക്കിലെത്തി ഞാൻ എവിടെ പോകാൻ വിചാരിച്ചിട്ട് എവിടെ പോകത്തി. എന്തോ വല്ല ആൾക്കാർ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കുളത്തിൽ പോയി ചാടുന്ന പോലെയായത്. ഓക്കെ, വലിയ കാര്യമില്ല, നമുക്ക് മെല്ലെ തിരിക്കാൻ കൂടെ കിട്ടണില്ല ഈ എയർപ്ലെയിൻ വെച്ചിട്ട്. ഒന്ന് തിരിയടി. ഓക്കെ, അറ്റ്ലാസ്റ്റ് എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട് ഈ സാധനം. പക്ഷേ ഈ സത്യം പറഞ്ഞ എയർപ്ലെയിൻ ഭയങ്കര സ്ലോ. ഒന്നാമത് ഈ എയർപ്ലെയിൻ ഭയങ്കര സ്ലോ, രണ്ടാമത് കൺട്രോൾ ചെയ്യാനും നല്ല കഷ്ടമുണ്ട്. അത് കാരണം കുറച്ച് നല്ലൊരു ഇതില്ല എയർപ്ലെയിൻ ഓട്ടുമ്പോൾ. പക്ഷെ ഒരു വലിയ മെച്ചമൊന്നുമില്ല സാധനം, സത്യം പറയാലോ. കുടിച്ചു ചാട ചോര, വലിയ കാര്യമൊന്നുമില്ല സത്യം. ഇത് അവിടെ നിന്നുണ്ടാവും തോന്നുന്നില്ല. ഇത് അങ്ങനെ ഈ സത്യം പറയാലോ കാര്യം, ഈ എയർപ്ലെയിൻ ഓടിച്ച് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് തന്നെ പറയണം. വലിയ ഞാൻ വിചാരിച്ചത്ര നന്നായിട്ട് ഈ എയർപ്ലെയിൻ ഓടിക്കുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ഞാൻ ഇവിടെ ഗെയിം നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ വേറെ എപ്പിസോഡ്സൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വലിയ ചാൻസ് ഇല്ല. സപ്പോസ് ഇഷ്ടമായെങ്കിൽ പിന്നെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് വിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.